ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. മാസ്റ്റർ കി അക്കാഡമിയുടെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ മാസത്തെ മുഴുവൻ കറണ്ട് അഫയേഴ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: കേരള ഹൈക്കോടതിയിലെ ആദ്യ അഡീഷണൽ സോളിസിറ്റർ ജനറലായി നിയമിതനായത് ആരാണ്? പി ശ്രീകുമാർ ആണ്. ആരാണ്? പി ശ്രീകുമാർ. 2026 മാർച്ചിൽ പ്രധാനമന്ത്രി സാമ്രാട്ട് സമ്പ്രതി മ്യൂസിയം, ഏത് മ്യൂസിയമാണ്? സാമ്രാട്ട് സമ്പ്രതി മ്യൂസിയം എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? എവിടെയാണ്? ഗുജറാത്തിൽ. എവിടെയാണ്? ഗുജറാത്തിൽ. അപ്പൊ സാമ്രാട്ട് സമ്പ്രതി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ് അല്ലെ? പ്രധാനമന്ത്രിയുടെ സ്ഥലത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ആദ്യത്തെ ചരക്ക് ഗതാഗതത്തിന് മാത്രമുള്ള ബുള്ളറ്റ് ട്രെയിൻ ആരംഭിച്ച രാജ്യം ഏതാണ്? ജപ്പാനാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ശ്രദ്ധിക്കുക, ചരക്ക് ഗതാഗതത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ബുള്ളറ്റ് ട്രെയിനാണ് ജപ്പാൻ എന്ത് ചെയ്തിരിക്കുന്നത്? ആരംഭിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. 2026 അന്താരാഷ്ട്ര വനദിനം എന്നാണ്? മാർച്ച് 21 എന്നാണ്? മാർച്ച് 21 വനദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ഫോറസ്റ്റ് ആൻഡ് എക്കണോമീസ് എന്നായിരുന്നു. ഫോറസ്റ്റ് ആൻഡ് എക്കണോമീസ് എന്നായിരുന്നു. 2026 ലോക ജലദിനം എന്നാണ്? മാർച്ച് 22 എന്താണ്? മാർച്ച് 22 ജലദിനം. ജലദിനത്തിന്റെ പ്രമേയം എന്താണ്? വാട്ടർ ആൻഡ് ജെൻഡർ. വാട്ടർ ആൻഡ് ജെൻഡർ എന്നായിരുന്നു. 2026 ലോക കാലാവസ്ഥാ ദിനം എന്നാണ്? മാർച്ച് 23 അല്ലെ? കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഒബ്സർവിംഗ് ടുഡേ പ്രൊട്ടക്ടിങ് ടുമാറോ. ഒബ്സർവിംഗ് ടുഡേ പ്രൊട്ടക്ടിങ് ടുമാറോ എന്നായിരുന്നു. 2026 ലോക ക്ഷയരോഗ ദിനം എന്നാണ്? മാർച്ച് 24 ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം എന്താണ്? യെസ്, വി ക്യാൻ എൻഡ് ടി ബി. യെസ്, വി ക്യാൻ എൻഡ് ടി ബി എന്നായിരുന്നു അല്ലെ? അടുത്ത, ഉത്തരാഖണ്ഡിന് ശേഷം രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് ബില്ല് പാസാക്കി നടപ്പിലാക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. അപ്പൊ ഇതിൽ നിന്ന് ഒരു ചോദ്യം കൂടെ കിട്ടിയില്ലേ? എന്നാ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതായിരുന്നു? ഉത്തരാഖണ്ഡായിരുന്നു. ഏതായിരുന്നു? ഉത്തരാഖണ്ഡാണ് എന്താണ്? യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം. രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഏതാണ്? ഗുജറാത്താണ്. 2026 മാർച്ചിൽ UK പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി നിയമിതനായത് ആരാണ്? പെരിയസാമി കുമാരൻ. ആരാണ്? പെരിയസാമി കുമാരനാണ് UK പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായിട്ട് നിയമിതനായിരിക്കുന്നത്. ജലസംരക്ഷണ മേഖലയിലെ നൊബേൽ എന്നറിയപ്പെടുന്ന സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസിന് 2026 അർഹനായത് ആരാണ്? പ്രൊഫസർ കാവേ മദനി. ആരാണ്? പ്രൊഫസർ കാവേ മദനി. ഇറാനിലെ കാവേ മദനിയാണ് എന്താണ്? സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസിന് അർഹനായത്. 2025 ലോക ആർച്ചറി അവാർഡ്സിൽ ഏറ്റവും മികച്ച പാരാ ആർച്ചറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ശീതൽ ദേവിയാണ്. ആരാണ്? ശീതൽ ദേവിയാണ് 2025 ലോക ആർച്ചറി അവാർഡ്സിലെ ഏറ്റവും മികച്ച പാരാ ആർച്ചർ. ആരാണ്? പാരാ ആർച്ചറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ശീതൽ ദേവി. ഹോക്കി ഇന്ത്യ അവാർഡ് 2025 ഹോക്കി ഇന്ത്യ അവാർഡ് മികച്ച പുരുഷ താരം ഹർദിക് സിംഗും മികച്ച വനിതാ താരം നവനീത് കൗറുമാണ്. കണ്ടോ? അപ്പൊ 2025 ഹോക്കി അവാർഡ്, ഇന്ത്യയിലെ ഹോക്കി അവാർഡ്സിൽ മികച്ച പുരുഷ താരം ഹർദിക് സിംഗും മികച്ച വനിതാ താരം ആരാണ്? നവനീത് കൗറുമാണ്. ആരാണ്? നവനീത് കൗറുമാണ്. ഇന്ത്യയിൽ ഉപയോഗിക്കാൻ അടുത്തിടെ അനുമതി ലഭിച്ച ഡെങ്കിപ്പനി വാക്സിൻ ഏതാണ്? ക്യൂഡെങ്കയാണ്. ഏതാണ്? ക്യൂഡെങ്ക. കണ്ടോ? ഡെങ്കിപ്പനി, ഡെങ്ക കണ്ടോ? ക്യൂഡെങ്ക. ആദ്യമായി ലേ സന്ദർശിക്കുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സൂര്യകാന്താണ്. ആരാണ്? സൂര്യകാന്ത്. കണ്ടോ? ആദ്യമായിട്ട് ലേ സന്ദർശിക്കുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആര്? സൂര്യകാന്ത്. 2026 മാർച്ച് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറിയ തെക്കേ അമേരിക്കൻ രാജ്യം ഏതാണ്?
അർജന്റീനയാണ്. നോക്കിയേ, 2026 മാർച്ചിൽ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറിയ തെക്കേ അമേരിക്കൻ രാജ്യം ഏതാണ്? അർജന്റീനയാണ്. T20 ക്രിക്കറ്റിൽ 300 മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യൻ ടീം ഏതാണ്? മുംബൈ ഇന്ത്യൻസ് ആണ്. ഓക്കെ, T20 ക്രിക്കറ്റിൽ എന്ന് വെച്ചാൽ T20 ക്രിക്കറ്റിൽ മൊത്തം എടുത്തു വെച്ചിട്ടാണ് നോക്കുന്നത്. T20 ക്രിക്കറ്റിൽ 300 മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യൻ ടീമാണ് ഏത്? മുംബൈ ഇന്ത്യൻസ്. ഏതാണ്? മുംബൈ ഇന്ത്യൻസ്. IPL ഒരു ടീമിനെതിരെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ആരാണ്? രോഹിത് ശർമ്മയാണ്. ഇപ്പോൾ അത് ആരായി മാറിയിട്ടുണ്ട്? വിരാട് കോഹ്ലി ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ അത് ആരാണ്? വിരാട് കോഹ്ലിയാണ് കേട്ടോ. വിരാട് കോഹ്ലിയാണ്. നമ്മൾ ഈ കറണ്ട് അഫയർ ചെയ്യുന്ന സമയത്ത് രോഹിത് ശർമ്മയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ IPL കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിപ്പോൾ ആരായി മാറിയിട്ടുണ്ട്? വിരാട് കോഹ്ലി ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. 2027 നടക്കുന്ന സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ആരാണ്? സുദർശൻ പട്നായിക് ആണ്. ആരാണ്? സുദർശൻ പട്നായിക് ആണ് 2027 നടക്കുന്ന സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതനായത്. 2027 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമേത്? ഏതാണ്? മാൾട്ടയാണ്. ഏതാണ്? മാൾട്ട. ഉപരാഷ്ട്രപതി അടുത്തിടെ പ്രകാശനം ചെയ്ത പാർലമെന്റിലെ ചുവർ ചിത്രങ്ങളിലൂടെ ഇന്ത്യയുടെ ചരിത്രം വിവരിക്കുന്ന ടൈഡ്സ് ഓഫ് ടൈം ഭാരത് ഹിസ്റ്ററി ത്രൂ മ്യൂറൽസ് ഇൻ പാർലമെന്റ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ആരാണ്? സുധാമൂർത്തിയാണ്. ആരാണ്? സുധാമൂർത്തി. പുസ്തകം ഏതാണ്? ടൈഡ്സ് ഓഫ് ടൈം ഭാരത് ഹിസ്റ്ററി ത്രൂ മ്യൂറൽസ് ഇൻ പാർലമെന്റ്. ഓക്കെ ആണല്ലോ. പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരത്തിന് നൽകിയ പുതിയ പേരാണ് എന്താ? സംവിധാൻ സദൻ. എന്താണ്? സംവിധാൻ സദൻ. തെറ്റിപ്പോവരുത്. പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം അല്ലെ, ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരത്തിന് നൽകിയ പുതിയ പേരാണ് എന്ത്? സംവിധാൻ സദൻ. അപ്പം ചോദ്യം ഇതാണ്, ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ പേരെന്ത്? എന്താണ്? സംവിധാൻ സദൻ. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ നഗരസഭയായ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ 160 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി കമ്മീഷണർ സ്ഥാനത്തെത്തുന്ന വനിത ആരാണ്? കണ്ടോ, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവിടെ വനിത കമ്മീഷണർ സ്ഥാനത്തെത്തുന്നത്. ആരാണ്? അശ്വനി ഭിഡയാണ്. ആരാണ്? അശ്വനി ഭിഡയാണ്. മെട്രോ വുമൺ എന്നാണ് അശ്വനി ഭിഡെ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. എന്തെന്നാണ്? മെട്രോ വുമൺ. അടുത്തിടെ വ്യാഴത്തിനും ശനിക്കും പുതിയ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയതിനു ശേഷം 2026 മാർച്ചിലെ കണക്കുകൾ പ്രകാരം സൗരയുധത്തിലെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയായിട്ടാണ് ഉയർന്നിരിക്കുന്നത്? എത്രയാണ്? 442 ആയി. എത്രയായി? 442 ഉയർന്നിരിക്കുന്നു. വ്യാഴത്തിന്റെ 4 പുതിയ ഉപഗ്രഹങ്ങളെയും ശനിക്ക് 11 പുതിയ ഉപഗ്രഹങ്ങളെയും ശാസ്ത്രജ്ഞർ അടുത്തിടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ വ്യാഴത്തിന് എത്രയാണ്? 4 എണ്ണവും ശനിക്ക് എത്രയാണ്? 11 പുതിയ ഉപഗ്രഹങ്ങളെയും കണ്ടെത്തി. പുതിയ കണ്ടെത്തലുകളോടെ ഉപഗ്രഹങ്ങളുടെ എണ്ണത്തിൽ ശനിക്ക് എത്ര ഉപഗ്രഹമാണ്? 285. 1-ാം സ്ഥാനത്താണ് തുടരുന്നത്. കണ്ടോ, അപ്പൊ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? ശനിയാണ്. ഏതാണ്? ശനിയാണ്. എത്ര ഉപഗ്രഹമാണ്? 285. ഇനി വ്യാഴത്തിന് എത്ര ഉപഗ്രഹമാണ്? 101 ഉപഗ്രഹമാണ്. എത്രാം സ്ഥാനത്താണ്? 2-ാം സ്ഥാനത്താണ്. ഇനി ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ഗാനിമീഡാണ്. ഏതാണ്? ഗാനിമീഡാണ് ഏറ്റവും വലിയ ഉപഗ്രഹം. ഏറ്റവും വലിയ ഉപഗ്രഹം. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ ഇത് ബുധൻ ഗ്രഹത്തെക്കാൾ വലുതാണ്. നോക്കി, അപ്പൊ ഗാനിമീഡ് എന്ന് പറയുന്നത് എന്തിന്റെ ഉപഗ്രഹമാണ്? വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ്. എന്തിന്റെ ഉപഗ്രഹമാണ്? വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ് ഗാനിമീഡ്. ഈ ഗാനിമീഡാണ് ഏറ്റവും വലിയ ഉപഗ്രഹം. ഗാനിമീഡാണ് ഏറ്റവും വലിയ ഉപഗ്രഹം. ഈ ഗാനിമീഡ് എന്ന് പറയുന്നത് ബുധഗ്രഹത്തെക്കാൾ എന്താണ്? വലുതാണ്. ബുധനേക്കാൾ വലുതാണ് ഗാനിമീഡ്. എന്ന് വെച്ചാൽ വ്യാഴത്തിന്റെ ഉപഗ്രഹമായ ഗാനിമീഡ് അല്ലെ, ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമീഡ്. ഈ ഗാനിമീഡ് എന്ന് പറയുന്നത് ബുധഗ്രഹത്തെക്കാൾ എന്താണ്? വലുതാണ്. കണ്ടോ, ഇത്രയും കാര്യത്തിൽ നിന്ന് എത്ര പോയിന്റാ കിട്ടിയേ? എല്ലാം നോട്ട് ചെയ്ത് വെക്കണേ. ഇനി ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്?
ബുധന് ഉപഗ്രഹമില്ല. ശുക്രൻ, ബുധനും ശുക്രനും എന്തില്ല? ഉപഗ്രഹങ്ങളില്ല. ഇനി സൗരയൂഥത്തിൽ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതങ്ങളുള്ള ഉപഗ്രഹം ഏതാണ്? അയോയാണ്. ഏതാണ്? അയോ. കണ്ടോ, വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ് അയോയും. ഓക്കെ, അപ്പൊ വ്യാഴത്തിന്റെ ഉപഗ്രഹം തന്നെയാണ് ഇത് ഏറ്റവും വലിയ ഉപഗ്രഹമായ ഗാനിമീഡ്. ഓക്കെ ആണല്ലോ. ഇനി ചൊവ്വയുടെ ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഫോബോസ്. കണ്ടോ, ഫോബോസും ഡീമോസുമാണ് ചൊവ്വയുടെ ഉപഗ്രഹങ്ങൾ. നാസയുടെ ആർടെമിസ് 2 ദൗത്യത്തിന്റെ ഭാഗമായി ഭൂമിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന വനിത എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? ക്രിസ്റ്റീന കോച്ചാണ്. ആരാണ്? ക്രിസ്റ്റീന കോച്ചാണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ലോ എർത്ത് ഓർബിറ്റ് ഭേദിച്ച ആദ്യ വനിത കൂടിയാണ് ആര്? ക്രിസ്റ്റീന കോച്ച്. ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായി ബഹിരാകാശ യാത്രികരുടെ സുരക്ഷയും ശാരീരിക മാനസിക ക്ഷമതയും വിലയിരുത്തുന്നതിനായി ISRO ലഡാക്കിലെ ലേയിൽ വെച്ച് നടത്തുന്ന ഇന്ത്യയുടെ ആദ്യത്തെ അനലോഗ് മിഷൻ ഏതാണ്? മിഷൻ മിത്രയാണ്. ഏതാണ്? മിഷൻ മിത്രയാണ്. പൂർണ്ണരൂപം എന്താണ്? മാപ്പിംഗ് ഓഫ് ഇന്ററോപ്പറബിൾ ട്രേഡ്സ് ആൻഡ് റെസ്പോൺസ് അസസ്മെന്റ് എന്നാണ് മിത്രയുടെ പൂർണ്ണരൂപം. കണ്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. 2026 മാർച്ച് വരെയുള്ള കണക്കനുസരിച്ച് ഇന്ത്യയിൽ സമുദ്രോൽപ്പന്ന സംസ്കരണ അടിസ്ഥാന സൗകര്യങ്ങളിൽ മറൈൻ ഫിഷ് പ്രോസസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ കപ്പാസിറ്റിയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഏതാണ്? ഗുജറാത്താണ് 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധ പശ്ചാത്തലത്തിൽ അടുത്തിടെ പുറത്താക്കിയ അമേരിക്കൻ ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് ആരാണ്? ജനറൽ റാൻഡി ജോർജ് ആണ്. ആരാണ്? ജനറൽ റാൻഡി ജോർജ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ ഇൻഡിഗോയുടെ പുതിയ CEO ആയി നിയമിതനാകുന്നത് ആരാണ്? വില്ലി വാൽഷ് ആണ്. ആരാണ്? വില്ലി വാൽഷ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ ഇൻഡിഗോയുടെ പുതിയ CEO. ആരുടെയാണ്? ഇൻഡിഗോയുടെ പുതിയ CEO ആയിട്ട് നിയമിതനാകുന്നത്. 2026 ഛത്തീസ്ഗഡിൽ വെച്ച് നടന്ന പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൽ കണ്ടോ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടി ഓവറോൾ ചാമ്പ്യന്മാരായ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. കണ്ടോ, ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യനായ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. കേരളത്തിന് 2 വെള്ളിയും 1 വെങ്കലവും അടക്കം 3 മെഡലുകളോടെ എത്രാം സ്ഥാനത്താണ്? 23ാം സ്ഥാനത്താണ് ഉള്ളത്. ഓക്കെ ആണല്ലോ. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൽ കേരളത്തിനായി ആദ്യ മെഡൽ ഉൾപ്പെടെ 2 മെഡലുകൾ നേടിയത് ആരാണ്? ആദിത്യ KM ആണ്. ആരാണ്? ആദിത്യ KM ആണ്. രാജ്യസഭയിലെ പാർട്ടിയുടെ ഡെപ്യൂട്ടി ലീഡർ ഉപനേതാവ് സ്ഥാനത്ത് നിന്നും ആം ആദ്മി പാർട്ടി അടുത്തിടെ നീക്കം ചെയ്തതിനെ തുടർന്ന് വാർത്തകളിൽ ഇടം നേടിയ രാജ്യസഭ MP ആരാണ്? രാഘവ് ചദ്ദയാണ്. ആരാണ്? രാഘവ് ചന്ദ ഇപ്പോൾ BJPയുടെ BJPയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. രാഘവ് ചന്ദ ഉൾപ്പെടെ ഏകദേശം 9ഓളം AAP MPമാരാണ് BJPയിൽ ചേർന്നിരിക്കുന്നത്. ഇന്ത്യയിൽ ഒരു ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന വിലയായ 167.2 കോടി രൂപയ്ക്ക് അടുത്തിടെ ലേലത്തിൽ വിറ്റുപോയ യശോദയും കൃഷ്ണനും എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാണ്? രാജാ രവിവർമ്മയാണ്. ആരാണ്? രാജാ രവിവർമ്മയാണ്. യശോദയും കൃഷ്ണനും 1890കളിൽ രാജാ രവിവർമ്മ വരച്ച ചിത്രമാണ്. അപ്പൊ ഈ ചിത്രം വരച്ചിരുന്ന വർഷം ഏതാണ്? 1890 പ്രശസ്ത ചിത്രകാരൻ MF ഹുസൈൻ വരച്ച ഗ്രാമയാത്ര കണ്ടോ ഏതാണ്? ഗ്രാമയാത്ര എന്ന ചിത്രത്തിനായിരുന്നു ഇതിനു മുമ്പ് ഏറ്റവും ഉയർന്ന തുക ലഭിച്ചിരുന്നത്. എത്രയാണ്? 118 കോടി രൂപയാണ് ആ ചിത്രത്തിന് ലഭിച്ചിരുന്നത്. 2026 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ
ഇടം നേടിയ ഓൺ എർത്ത് ആസ് ഇറ്റ് ഈസ് ബിനീത്ത്, ഓൺ എർത്ത് ആസ് ഇറ്റ് ഈസ് ബിനീത്ത് എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ഇന്ത്യൻ വംശജ ആരാണ്? പത്മ വിശ്വനാഥൻ. ആരാണ്? പത്മ വിശ്വനാഥൻ. പുസ്തകം ഏതാണ്? ഓൺ എർത്ത് ആസ് ഇറ്റ് ഈസ് ബിനീത്ത്. ഓൺ എർത്ത് ആസ് ഇറ്റ് ഈസ് ബിനീത്ത്. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വിമാനങ്ങളുടെ നാവിഗേഷൻ സിഗ്നലുകളിൽ കൃത്രിമം കാണിച്ച് അവയെ യഥാർത്ഥ പാതയിൽ നിന്നും വഴിതിരിച്ചു വിടുന്നതിലൂടെ സിവിൽ ഏവിയേഷൻ മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ്? GPS സ്പൂഫിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? GPS സ്പൂഫിംഗ്. GPS സ്പൂഫിംഗ്. ലോകാരോഗ്യ സംഘടന നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതും അമേരിക്കയിലും യൂറോപ്പിലും അടുത്തിടെ വ്യാപിച്ചതുമായ പുതിയ COVID-19 വകഭേദം ഏതാണ്? സിക്കാഡയാണ്. ഏതാണ്? സിക്കാഡ. കണ്ടോ? ആസ്ഥാനം എവിടെയാണ്? ജനീവ. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ആഗോളതലത്തിലുള്ള പ്രത്യേക സാഹചര്യങ്ങൾ, ഉദാഹരണത്തിന് യുദ്ധം, വിതരണ പ്രതിസന്ധി കാരണം എണ്ണ കമ്പനികൾക്ക് ലഭിക്കുന്ന അപ്രതീക്ഷിതവും അമിതവുമായ ലാഭത്തിന്മേൽ സർക്കാർ ചുമത്തുന്ന പ്രത്യേക നികുതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ്? വിൻഡോൾ. കണ്ടോ? വിൻഫോൾ ടാക്സ്. വിൻഫോൾ ടാക്സ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഗംഗോത്രി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ്. എന്താ? ഗംഗോത്രി നാഷണൽ പാർക്ക് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. പഠന ഫലങ്ങൾ മെച്ചപ്പെടുന്നതിനും വിദ്യാർത്ഥികളെ മത്സര പരീക്ഷകൾക്ക് സജ്ജമാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള നീതി ആയോഗിന്റെ പിന്തുണയോടെ പ്രോജക്റ്റ് ആസ്പയർ പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? മേഘാലയയിലാണ്. നോക്കി, നീതി ആയോഗിന്റെ സപ്പോർട്ടിലൂടെ പ്രോജക്റ്റ് ആസ്പയർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മേഘാലയാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാൻ വിരമിച്ചു. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് നിയമിതനായത് ആരാണ്? രത്തൻ യു കേൽക്കർ ആണ്. ആരാണ്? രത്തൻ യു കേൽക്കർ ആണ് പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. മിയാമി ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് ആരാണ്? യാനിക് സിന്നർ ആണ്. ആരാണ്? യാനിക് സിന്നർ. മിയാമി ഓപ്പൺ ടെന്നീസ് ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? യാനിക് സിന്നറിനാണ് ലഭിച്ചിരിക്കുന്നത്. ആർക്കാണ്? യാനിക് സിന്നറിന്. സൺഷൈൻ ഡബിൾ നേട്ടം കൈവരിക്കുന്ന ആദ്യ പുരുഷ താരം കൂടിയാണ് ആര്? യാനിക് സിന്നർ. എന്താണ്? സൺഷൈൻ ഡബിൾ നേട്ടം കൈവരിക്കുന്ന ആദ്യ പുരുഷ താരമാണ് യാനിക് സിന്നർ. 2026 മാർച്ചിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLA മാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെ ശമ്പളം താൽക്കാലികമായി വെട്ടിക്കുറച്ച സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. തൃത്താല നിളാതളത്തിൽ കണ്ടെത്തിയ 1300-ലധികം കിലോമീറ്റർ പറന്ന് ദേശാടനം നടത്തുന്ന പക്ഷി ഏതാണ്? യുറേഷ്യൻ പ്രാപ്പിഡിയൻ. കണ്ടോ? യുറേഷ്യൻ പ്രാപ്പിഡിയൻ എന്നാണ് ആ പക്ഷിയുടെ പേര്. 2026 കോമൺവെൽത്ത് ഗെയിംസിനുള്ള യോഗ്യത നേടിയ മലയാളി നീന്തൽ താരമാര്? ആരാണ്? സജൻ പ്രകാശാണ്. ആരാണ്? സജൻ പ്രകാശാണ്. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ്? ഗ്ലാസ്ഗോയാണ്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ വെച്ചിട്ടാണ് 2026 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. 2026 അന്തരിച്ച ഫ്രാൻസിന്റെ മുൻ പ്രധാനമന്ത്രി ആരാണ്? ലയണൽ ജോസ്പിൻ ആണ്. ലയണൽ ജോസ്പിൻ. അൽഷിമേഴ്സ് രോഗത്തെ ചെറുക്കാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാനും സഹായിക്കുമെന്ന് സിംഗപ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ മലയാളി ശാസ്ത്രജ്ഞ ഡോക്ടർ ഷീജ നവക്കോട് ഉൾപ്പെടെയുള്ള സംഘം അടുത്തിടെ കണ്ടെത്തിയ മനുഷ്യ ശരീരത്തിൽ സ്വാഭാവികമായുള്ള രാസസംയുക്തം ഏതാണ്? ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ്. കണ്ടോ? ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ്, അല്ലെങ്കിൽ നമ്മൾ AKG എന്ന് പറയും. ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ്.
അടുത്തിടെ അന്തരിച്ച സാഹിത്യകാരനും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുട്ടികൾക്കായി പുറത്തിറക്കുന്ന യുറീക്ക മാസികയുടെ സ്ഥാപക പത്രാധിപരമായിരുന്ന വ്യക്തി ആരാണ്? ഡോക്ടർ TR ശങ്കുണ്ണിയാണ്. ആരാണ്? ഡോക്ടർ TR ശങ്കുണ്ണിയാണ്. കൊച്ചി തുറമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് ബ്രിസ്റ്റോ. ആരാണ്? റോബർട്ട് ബ്രിസ്റ്റോയാണ് കൊച്ചി തുറമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്. വിഖ്യാതമായ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ബോഡ്ലിയൻ ലൈബ്രറിയിൽ നിന്നും 200-ാം വാർഷികത്തോടനുബന്ധിച്ച് അടുത്തിടെ UK-യിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പ്രദർശനത്തിനായി എത്തിച്ച ചരിത്രപ്രധാനമായ ഹൈന്ദവ ഗ്രന്ഥം ഏതാണ്? ശിക്ഷാപത്രി. ഏതാണ്? ശിക്ഷാപത്രി. ഐറീനയുടെ റിന്യൂവബിൾ കപ്പാസിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് 2026 റിപ്പോർട്ട് പ്രകാരം 2025 ആഗോള പുനരുപയോഗ ഊർജ വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാം സ്ഥാനമാണ്? 3-ാം സ്ഥാനമാണ്. എത്രാം സ്ഥാനമാണ്? 3-ാം സ്ഥാനമാണ്. കുമാരനാശാന്റെ പ്രശസ്ത കാവ്യമായ ചണ്ടാല ഭിക്ഷുകിയെ ആസ്പദമാക്കി കേരള കലാമണ്ഡലത്തിൽ അരങ്ങേറിയ പുതിയ കഥകളി ഏതാണ്? മാതങ്കി ചരിതമാണ്. ഏതാണ്? മാതങ്കി ചരിതം. ഏതാണ്? ചണ്ടാല ഭിക്ഷുകിയെ ആസ്പദമാക്കിയിട്ട്. ഓക്കെ, അപ്പൊ ചണ്ടാല ഭിക്ഷുകി ആരുടെയാണ്? കുമാരനാശാന്റെ കാവ്യമാണ് ചണ്ടാല ഭിക്ഷുകി. പരമ്പരാഗത പഠനരീതിയും QR കോഡ് അധിഷ്ഠിതമായ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും സമന്വയിപ്പിക്കുന്ന ആദ്യത്തെ മലയാളം പാഠപുസ്തകം ഏതാണ്? അക്ഷരമാണ്. ഏതാണ്? അക്ഷരം. പ്രഥമ ദേശീയ ഇൻഡോർ അത്ലറ്റിക്സിൽ വനിതാ പോൾ വാൾട്ടിൽ ദേശീയ റെക്കോർഡോടെ സ്വർണം നേടിയത് ആരാണ്? ഭരണിക ഇളങ്കോവൻ. ആരാണ്? ഭരണിക ഇളങ്കോവനാണ്. ആംഗ്ലിക്കൻ സഭയുടെ പരമോന്നത പദവിയായ കാൻഡർബറി ആർച്ച് ബിഷപ്പ് ആയി നിയമിതനാകുന്ന ആദ്യ വനിത ആരാണ്? സാറ മുലാലി. ആരാണ്? സാറ മുലാലിയാണ്. കേരളത്തിലെ അധിനിവേശ സസ്യങ്ങളെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്ന കോഴിക്കോട് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഗവേഷക വിദ്യാർത്ഥി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ആപ്പ് ഏതാണ്? നിയോഫൈറ്റ് ID. ഏതാണ്? നിയോഫൈറ്റ് ID ആണ്. വികസിപ്പിച്ച ഗവേഷക വിദ്യാർത്ഥി ആരാണ്? അലിം യൂസഫ്. ആരാണ്? അലിം യൂസഫ് ആണ്. കുട്ടികളുടെ ഓൺലൈൻ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനും പ്ലാറ്റ്ഫോമുകളുടെ സുരക്ഷയെക്കുറിച്ച് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചതിനും മെറ്റയ്ക്ക് എത്രയാണ്? $3.75 കോടി പിഴ ചുമത്തിയത് ആരാണ്? ന്യൂ മെക്സിക്കോ കോടതി. US-ലെ ന്യൂ മെക്സിക്കോ കോടതിയാണ് മെറ്റയ്ക്ക് $3.75 crore പിഴ ചുമത്തിയത്. ദക്ഷന്റെ താടി. എന്താണ്? ദക്ഷന്റെ താടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഓടപ്പൂവ്. ഇതുപോവാണ് ഓടപ്പൂവ് പ്രസാദമായി നൽകുന്ന കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രം ഏതാണ്? കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രമാണ്. ഏതാണ്? കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് ഓടപ്പൂവ് പ്രസാദമായിട്ട് നൽകുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തൊഴിൽ ദിന സൃഷ്ടിയിലും ചെലവിലും ഒന്നാമതെത്തിയ ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ്. ഏതാണ്? തിരുവനന്തപുരം ജില്ല. 2026 ഏപ്രിൽ വിയറ്റ്നാം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ടോ ലാം. ആരാണ്? ടോ ലാം ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്സ്റ്റൈൽ റിക്കവറി ഫെസിലിറ്റി വിജയകരമായി നടപ്പിലാക്കിയ മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? നവി മുംബൈ കോർപ്പറേഷൻ ആണ്. ഏതാണ്? നവി മുംബൈ കോർപ്പറേഷൻ ആണ്. അനധികൃതമായി നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന വ്യക്തികളെയും കമ്പനികളെയും കുറിച്ച് പരാതി നൽകുവാനും വിവരങ്ങൾ അറിയാനുമായി RBI ആരംഭിച്ച വെബ്സൈറ്റ് ഏതാണ്? സചേത്. ഏതാണ്? സചേത്. ഇന്ത്യൻ തിയേറ്റർ രംഗത്തെ വലിയ പുരസ്കാരങ്ങളിൽ
ഒന്നായ മഹീന്ദ്ര എക്സലൻസ് തിയേറ്റർ അവാർഡ് ലഭിച്ച കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള കലാരൂപം ഏതാണ്? ദി ഓൾഡ് മാൻ ആൻഡ് ദ സീ. കണ്ടോ, കഥകളിയാണ്. ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ കഥകളി. മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മാരിയോ ബെർസാഗിക്കാണ്. ആരാണ്? മാരിയോ ബെർസാഗിക്കാണ് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത്. മാനുവൽ തോട്ടിപ്പണി ഇല്ലാതാക്കുന്നതിനായി അപകടകരമായ കനാൽ അറ്റകുറ്റപ്പണികൾക്കായി അധിഷ്ഠിത ജി സ്പൈഡർ റോബോട്ടിനെ വിന്യസിച്ച നഗരം ഏതാണ്? തിരുവനന്തപുരം നഗരസഭയാണ്. ഏതാണ്? തിരുവനന്തപുരം നഗരസഭയാണ്. ഉഭയസമ്മത പ്രകാരം വിവാഹിതൻ ലിവിൻ ബന്ധം തുടരുന്നത് കുറ്റമല്ല എന്ന് വിധി പ്രസ്താവിച്ചത് ഏത് കോടതിയാണ്? അലഹബാദ് ഹൈക്കോടതിയാണ്. അലഹബാദ് ഹൈക്കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാ വയലറ്റ് രശ്മികളുടെ തീവ്രത അളക്കുന്ന ഒരു അന്താരാഷ്ട്ര മാനദണ്ഡം ഏതാണ്? UV ഇൻഡെക്സ്. ഏതാണ്? UV ഇൻഡെക്സ് ആണ്. UV ഇൻഡെക്സ് സൂചികയിലെ മൂല്യം 0 മുതൽ 11+ വരെയാണ്. 0 മുതൽ 11+ വരെയാണ്. കേരളത്തിൽ അൾട്രാ വയലറ്റ് ഇൻഡെക്സ് ഏറ്റവും കൂടുതൽ എവിടെയായിരുന്നു? കോന്നിയിലായിരുന്നു. എവിടെയായിരുന്നു? കോന്നിയിൽ. 2026 മയാമി ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? അരിയാന സബലേങ്കയാണ്. ആരാണ്? അരിയാന സബലേങ്കയാണ്. 2026 ഇന്ത്യൻ വെൽസ് ഓപ്പൺ കിരീടം നേടി. കണ്ടോ, ഇന്ത്യൻ വെൽസ് ഓപ്പൺ കിരീടം നേടി. ഒരേ സീസണിൽ ഈ 2 കിരീടങ്ങൾ നേടുന്ന 5ാമത്തെ വനിതയാണ് ആര്? അരിയാന സബലേങ്ക. നോക്കി, അപ്പൊ 2026 മയാമി ഓപ്പൺ ടെന്നീസും അതുപോലെ തന്നെ 2026 ഇന്ത്യൻ വെൽസ് ഓപ്പൺ കിരീടവും നേടിയത് ആരാണ്? അരിയാന സബലേങ്കയാണ്. ഈ 2 കിരീടങ്ങളും ഒരുമിച്ച് നേടുന്ന 5ാമത്തെ താരം കൂടിയാണ് അരിയാന സബലേങ്ക. ശ്രീനാരായണ ഗുരുവിന്റെ സാമ്പത്തിക ദർശനത്തെ ആസ്പദമാക്കി ഇംഗ്ലീഷിൽ രചിച്ച പുസ്തകങ്ങൾ: ബിയോണ്ട് വെൽത്ത്, ദി എക്കണോമിക് മിഷൻ ഓഫ് ശ്രീനാരായണ ഗുരു. നോക്കി, രണ്ടാമത്തത് ബിയോണ്ട് ബൗണ്ടറീസ്, വാക്കിംഗ് ദ പാത്ത് ഓഫ് ശ്രീനാരായണ ഗുരു. ഈ 2 പുസ്തകങ്ങളാണ് എന്താണ്? സാമ്പത്തിക ദർശനത്തെ ആസ്പദമാക്കി ഇംഗ്ലീഷിൽ രചിച്ച പുസ്തകങ്ങൾ. ഓക്കെ ആണല്ലോ? ബിയോണ്ട് വെൽത്ത്, ദി എക്കണോമിക് മിഷൻ ഓഫ് ശ്രീനാരായണ ഗുരു. ബിയോണ്ട് ബൗണ്ടറീസ്, വാക്കിംഗ് ദ പാത്ത് ഓഫ് ശ്രീനാരായണ ഗുരു. ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ തൊട്ടുകൂടായ്മ നിരോധിക്കുന്ന ഏത് അനുച്ഛേദത്തിന്റെ വ്യാഖ്യാനവും സാധുതയുമാണ് സുപ്രീം കോടതി അടുത്തിടെ ചോദ്യം ചെയ്തത്? ഏതാണ്? അനുച്ഛേദം 17, ആർട്ടിക്കിൾ 17 ആണ്. കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പാർട്ട് ടൈം ചെയർമാനായി അടുത്തിടെ നിയമിതനായത് ആരാണ്? ജി കൃഷ്ണകുമാർ ആണ്. ആരാണ്? ജി കൃഷ്ണകുമാർ. അടുത്തിടെ ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാത്ത പോർട്ട് ടാക്സി, എന്താണ്? പോർട്ട് ടാക്സി സംവിധാനത്തിന് തറക്കല്ലിട്ട നഗരം ഏതാണ്? മുംബൈ ആണ്. ഏതാണ്? മുംബൈ. മഹാരാഷ്ട്രയിലെ ബാന്ദ്ര കുർള കോംപ്ലക്സ് റോഡിലാണ് എന്താണ്? പോർട്ട് ടാക്സി സംവിധാനം വരുന്നത്. 2026 ഏപ്രിൽ മെറ്റ കമ്പനി പുറത്തിറക്കിയ അവരുടെ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലിന്റെ പേരെന്താണ്? മ്യൂസ് പാർക്ക്. മ്യൂസ് പാർക്ക് ആണ് മെറ്റയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലിന്റെ പേര്. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പ്രകാരം ബിറ്റ്കോയിന്റെ അജ്ഞാതനായ സൃഷ്ടാവ് സതോഷി നക്കാമോട്ടോയാണ് ബിറ്റ്കോയിന്റെ അജ്ഞാത സൃഷ്ടാവ് എന്ന് സംശയിക്കപ്പെടുന്ന ബ്രിട്ടീഷ് ക്രിപ്റ്റോഗ്രാഫർ ആരാണ്? ആദം ബാക്ക് ആണ്. ആരാണ്? ആദം ബാക്ക്. സതോഷി നക്കാമോട്ടോ. ഉണ്ടോ? ആദം ബാക്ക്. പ്രശസ്ത പർവ്വതാരോഹകൻ ജിം വിറ്റേക്കർ അന്തരിച്ചു. ജിം വിറ്റേക്കർ നോക്കി, എവറസ്റ്റ് കീഴടക്കിയ ആദ്യ അമേരിക്കക്കാരനാണ് ആര്? ജിം വിറ്റേക്കർ. കണ്ടോ? അപ്പൊ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ അമേരിക്കക്കാരൻ എന്നൊരു ചോദ്യം വന്നാൽ ആരാണ്? ജിം വിറ്റേക്കർ ആണ്. 1963 മെയ് 1 എവറസ്റ്റിന്റെ മുകളിലെത്തി
ചരിത്രം സൃഷ്ടിച്ചു. 1963 മെയ് 1. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കുന്ന നിർണായക സമാധാന ചർച്ചകൾക്ക് വേദിയാകുന്ന നഗരം ഏതാണ്? ഇസ്ലാമാബാദാണ്. ഇസ്ലാമാബാദാണ്. നാസയുടെ ആർട്ടമിസ് 2 ചാന്ദ്രദൗത്യം പൂർത്തിയാക്കി ഓറിയോൺ പേടകം ഭൂമിയിൽ എവിടെയാണ് തിരിച്ചിറങ്ങിയത്? ശാന്തമഹാസമുദ്രത്തിലാണ്. ശാന്തമഹാസമുദ്രത്തിലാണ് തിരിച്ചിറങ്ങിയത്. കേരളത്തിലെ ആകെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ എത്ര മണ്ഡലങ്ങളിലാണ് സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷ വോട്ടർമാരുള്ളത്? എത്രയാണ്? 11 മണ്ഡലങ്ങളിലാണ് സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷ വോട്ടർമാർ ഉള്ളത്. ഓക്കെ ആണല്ലോ. മലപ്പുറത്തെ 9 കാസർഗോട്ടെ 2 മണ്ഡലങ്ങളിലാണ് സ്ത്രീകളെക്കാൾ പുരുഷ വോട്ടർമാർ കൂടുതലുള്ളത്. അപ്പൊ സ്ത്രീകളെക്കാൾ പുരുഷ വോട്ടർമാർ കൂടുതലുള്ള ജില്ല ഏത് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് മലപ്പുറമാണ്. എത്രയാണ്? 9 മണ്ഡലങ്ങളിലാണ് സ്ത്രീ വോട്ടർമാരെക്കാൾ കൂടുതൽ പുരുഷ വോട്ടർമാരുള്ളത്. ഓക്കെ ആണല്ലോ. പുതിയ രാജ്യസഭാ ഉപനേതാവ് ആരാണ്? അശോക് മിത്തലാണ്. അശോക് മിത്തലാണ്. ഡോക്ടർ അംബേദ്കർ ജയന്തി അല്ലെ, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് ആര്? അംബേദ്കർ. സാമൂഹ്യ നീതിയുടെ പോരാളി എന്നും ആരെ അറിയപ്പെടുന്നുണ്ട്? അംബേദ്കറിനെ അറിയപ്പെടുന്നുണ്ട്. BR അംബേദ്കറിനെ അറിയപ്പെടുന്നുണ്ട്. ഏപ്രിൽ 14 എന്താണ്? ദേശീയ ജലദിനമാണ്. ദേശീയ ജലദിനം ശ്രദ്ധിക്കുക. എന്താണ്? ദേശീയ ജലദിനമാണ് ഏപ്രിൽ 14. അമരാവതിയെ ആന്ധ്രാപ്രദേശിന്റെ ഏക തലസ്ഥാനമായി അംഗീകരിക്കാനുള്ള ഭേദഗതി ഉൾപ്പെടുത്തിയ ബില്ല് ഏതാണ്? ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ ബില്ല്. ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ ബില്ലാണ്. ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ ബില്ല് ലോകസഭ പാസാക്കിയത് 2026 ഏപ്രിൽ 1 2026 ഏപ്രിൽ 1. 2024 ജൂൺ 2 മുതൽ മുൻകാല പ്രാബല്യത്തോടെ തലസ്ഥാന പദവി നൽകുന്നതാണ് ഭേദഗതി ബില്ല്. പ്രായപൂർത്തിയായ മക്കൾക്ക് ആത്മീയ വഴി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും അത് തടയാൻ മാതാപിതാക്കൾക്ക് അധികാരമില്ലെന്നും വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതിയാണ്. 2026 ഏപ്രിൽ കരസേന ഉപമേധാവിയായി നിയമിതനായത് ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്ത് ആണ്. ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്ത്. മലപ്പുറം കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഗവേഷക വിദ്യാർത്ഥികൾ കണ്ടെത്തിയ ക്യാരറ്റ് കുടുംബമായ എപ്പിയേസി കുടുംബത്തിൽപ്പെട്ട കുഞ്ഞൻ സസ്യം ഏതാണ്? പിംബിനെല്ല പിഗ്മിയാണ്. പിംബിനെല്ല പിഗ്മിയ. 2026 ഏപ്രിൽ 50 വർഷം പൂർത്തിയാക്കിയ ആഗോള ടെക്നോളജി ഭീമൻ ഏതാണ്? ആപ്പിൾ ആണ്. ആപ്പിളാണ്. കുഷോക് ബക്കുല റിംപോച്ചി കണ്ടോ, വിമാനത്താവളം നിലവിൽ വരുന്നത് എവിടെയാണ്? ലേ ലഡാക്കിലാണ്. കുഷോക് ബക്കുല റിംപോച്ചി. പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ബൂത്തിൽ വോട്ടർമാരെ സ്വീകരിക്കാനും ആകർഷിക്കാനും ഉപയോഗിച്ച റോബോട്ടിന്റെ എന്താണ്? നിലയെന്നാണ്. നിലയെന്നാണ് ആ റോബോട്ടിന്റെ പേര്. പുരുഷ വനിതാ T20 ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന താരമെന്ന നേട്ടം സ്വന്തമാക്കിയ ബ്രസീലിന്റെ ഫാസ്റ്റ് ബൗളർ ആരാണ്? ലോറ കാർഡോസോ. 9 വിക്കറ്റാണ് ഒരു ഇന്നിംഗ്സിൽ. ശ്രദ്ധിക്കുക, പുരുഷ വനിതാ T20 ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന താരമെന്ന നേട്ടം സ്വന്തമാക്കിയ ബ്രസീലിന്റെ ഫാസ്റ്റ് ബോളർ ആരാണ്? ലോറ കാർഡോസയാണ്. ലോറ കാർഡോസോ. എത്ര വിക്കറ്റാണ് നേടിയത്? 9 വിക്കറ്റ്. അടുത്തിടെ ഇൻഫോസിസിന്റെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ പ്രശസ്ത സ്പാനിഷ് ടെന്നീസ് താരം ആരാണ്?
കാർലോസ് അൽക്കാരസ് ആണ്. കാർലോസ് അൽക്കാരസ് ആണ്. പുരുഷ ടെന്നീസ് ചരിത്രത്തിൽ ലോക 1-ാം നമ്പർ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് കാർലോസ് അൽക്കാരസ്. കണ്ടോ, 1-ാം നമ്പർ താരത്തിലെത്തുന്ന പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം കൂടിയാണ് കാർലോസ് അൽക്കാരസ് അല്ലെ. കരിയർ ഗ്രാൻഡ് സ്ലാം സ്വന്തമാക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ താരവും ആര് തന്നെയാണ്? കാർലോസ് അൽക്കാരസ് ആണ്. കണ്ടോ, കരിയർ ഗ്രാൻഡ് സ്ലാം സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും പുരുഷ 1-ാം നമ്പർ താരവുമാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും ആര് തന്നെയാണ്? കാർലോസ് അൽക്കാരസ് ആണ്. ബാങ്കോക്കിൽ നടന്ന വേൾഡ് ആർച്ചറി പാരാ സീരീസിൽ ഫൈനലിൽ വിജയിച്ച അന്താരാഷ്ട്ര ആർച്ചറിയിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ലോകത്തിലെ ആദ്യത്തെ ക്വാഡ്രപ്പിൾ ആംപ്യൂട്ടി, ഇരു കൈകളും കാലുകളും നഷ്ടപ്പെട്ട കായിക താരം, ആർച്ചറായി മാറിയ ഇന്ത്യൻ താരമാര്? ആരാണ്? പായൽ നാഗ് ആണ്. കണ്ടോ, പായൽ നാഗ്. വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ പരാജയപ്പെട്ടു. വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ എന്ത് ചെയ്യുകയുണ്ടായി? പരാജയപ്പെടുകയുണ്ടായി. 278 പേർ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ 211 പേർ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തു. 278 പേര് അനുകൂലിച്ചപ്പോൾ 211 പേര് എന്ത് ചെയ്തു? എതിർത്തു അല്ലെ. ആകെ 489 പേരാണ് എന്ത് ചെയ്തത്? വോട്ട് ചെയ്തത്. അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് മലയാളം പഠിക്കാൻ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? ചങ്ങാതി. ഏതാണ്? ചങ്ങാതി. ആദ്യം നടപ്പിലാക്കുന്നത് എവിടെയാണ്? പെരുമ്പാവൂരിലാണ്. എവിടെയാണ്? പെരുമ്പാവൂർ. ബ്ലൂംബെർഗ് ശതകോടീശ്വര സൂചിക പ്രകാരം മുകേഷ് അംബാനിയെ മറികടന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായി മാറിയത് ആര്? ആരാണ്? ഗൗതം അദാനി. ഏഷ്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായി മാറിയത് ആരാണ്? ഗൗതം അദാനിയാണ്. 2028 ചൊവ്വയിൽ ജീവന്റെ സാന്നിധ്യം തിരയാൻ ലക്ഷ്യമിട്ട യൂറോപ്യൻ സ്പേസ് ഏജൻസി അയക്കുന്ന റോസലിൻ ഫ്രാങ്ക്ലിൻ റോവർ വിക്ഷേപിക്കാൻ ഏത് സ്വകാര്യ ബഹിരാകാശ കമ്പനിയാണ് നാസ തിരഞ്ഞെടുത്തിരിക്കുന്നത്? സ്പേസ് എക്സിനെ. ഏതിനെയാണ്? സ്പേസ് എക്സിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 2026 ഏപ്രിൽ ഇന്ത്യയിൽ എത്തിച്ച 4 ചീറ്റപ്പുലികളെ ഏത് സുവോളജിക്കൽ പാർക്കിലേക്കാണ് മാറ്റിയത്? ഏതാണ്? ബെന്നാർകട്ട ബയോളജിക്കൽ പാർക്ക്. കണ്ടോ, കർണാടകയിലെ ബെന്നാർകട്ട ബയോളജിക്കൽ പാർക്കിലോട്ടാണ് മാറ്റിയിരിക്കുന്നത്. 2026 മിസ് ഇന്ത്യ ആരാണ്? സ്വാതി സതീഷ് സെയിൽ. ഗോവയിൽ നിന്നുള്ള സ്വാതി സതീഷ് സെയിലാണ് 2026 മിസ് ഇന്ത്യ. വേദി എവിടെയായിരുന്നു? ഭുവനേശ്വർ ആയിരുന്നു അല്ലെ. 2026 മിസ് ഇന്ത്യ യൂണിവേഴ്സിന്റെ വേദി എവിടെയായിരുന്നു? ഭുവനേശ്വർ ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് 3D ചിപ്പ് പാക്കേജിംഗ് യൂണിറ്റ് എവിടെയാണ് സ്ഥാപിതമാകുന്നത്? എവിടെയാണ്? ഭുവനേശ്വർ. ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് സ്ഥാപിതമാകുന്നത്. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാനായി CBI പുറത്തിറക്കുന്ന നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായ ചാറ്റ് ബോട്ടിന്റെ പേരെന്ത്? എന്താണ്? അഭയ്. അഭയ് എന്നാണ് ചാറ്റ് ബോട്ടിന്റെ പേര്. ഇന്ത്യയുടെ പുതിയ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറായി നിയമിതനാകാൻ പോകുന്ന മുൻ കേന്ദ്രമന്ത്രി ആര്? ആരാണ്? ദിനേശ് ത്രിവേദി. ആരാണ്? ദിനേശ് ത്രിവേദിയാണ്. സംസ്ഥാനത്തെ അനധികൃത മണ്ണെടുപ്പും ഖനനവും തടയുന്നതിനായി കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ആരംഭിച്ച സംസ്ഥാനതല മിന്നൽ പരിശോധനയുടെ പേരെന്ത്? എന്താണ് മിന്നൽ പരിശോധനയുടെ പേര്? ഓപ്പറേഷൻ എർത്ത് ഗാർഡ്. ഓപ്പറേഷൻ എർത്ത് ഗാർഡ്. സമുദ്രതീരങ്ങളിലെ സമുദ്ര താപതരംഗങ്ങളെ മറൈൻ ഹീറ്റ് വേവ്സ്. എന്താണ്? മറൈൻ ഹീറ്റ് വേവ്സ് അല്ലെ. ഹീറ്റ് വേവ്സിനെ കുറിച്ച് പഠിക്കാനും മുന്നറിയിപ്പുകൾ നൽകാനുമായി കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻകോയ്സ്. എന്താണ്? ഇൻകോയ്സ് അല്ലെ. ഓക്കെ, ഇൻകോയ്സ് പുതുതായി ആരംഭിച്ച സംവിധാനത്തിന്റെ പേരെന്ത്? എന്താണ്? മഹാസ് എന്നാണ്. എന്താണ്? മഹാസ്. മഹാസിന്റെ മീനിങ് എന്താണ്? മറൈൻ ഹീറ്റ് വേവ് അഡ്വൈസറി സർവീസസ്. മറൈൻ ഹീറ്റ് വേവ് അഡ്വൈസറി സർവീസസ്. സുരക്ഷാ ഏജൻസികളെ തത്സമയ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നതിനായി പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനം DRDO
കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നിർമ്മിച്ചു നൽകിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായ സാറ്റലൈറ്റ് ഇമേജിംഗ് സിസ്റ്റത്തിന്റെ പേരെന്ത്? എന്താണ്? പ്രജ്ഞ എന്നാണ്. എന്താണ്? പ്രജ്ഞ. അടുത്തിടെ ഒരു വർഷത്തിനുള്ളിൽ 7 കപ്പലുകൾ നിർമ്മിച്ച് കൈമാറി ചരിത്ര നേട്ടം കൈവരിച്ച കപ്പൽ നിർമ്മാണശാല ഏതാണ്? ഉഡുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. ഏതാണ്? ഉഡുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ്. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധികളെ തുടർന്ന് ഇന്ത്യൻ കയറ്റുമതിക്കാരെ സഹായിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന റിലീഫ്. എന്താണ് റിലീഫിന്റെ മീനിങ് നോക്കിയേ? റെസിലിയൻസ് ആൻഡ് ലോജിസ്റ്റിക്സ് ഇന്റർവെൻഷൻ ഫോർ എക്സ്പോർട്ട് ഫെസിലിറ്റേഷൻ. കണ്ടാ, പദ്ധതിയുടെ ഭൂമിശാസ്ത്രപരമായ കവറേജിലേക്ക് 2026 ഏപ്രിൽ പുതുതായി ഉൾപ്പെടുത്തിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഈജിപ്തും ജോർദാനും. ഇന്ത്യയും റഷ്യയും തമ്മിൽ അടുത്തിടെ പ്രാബല്യത്തിൽ വന്ന പരസ്പരം സൈനിക താവളങ്ങളും സൈനികരെയും വിന്യസിക്കാൻ അനുവദിക്കുന്ന പ്രതിരോധ കരാറിന്റെ പേരെന്ത്? എന്താണ്? റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക് സപ്പോർട്ട്, റിലോസ്. കണ്ടോ? റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക് സപ്പോർട്ട്. ഇന്ത്യയിൽ ആദ്യമായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള എല്ലാ സർക്കാർ ആശുപത്രികൾക്കുമായി സമഗ്രമായ സർജിക്കൽ സേഫ്റ്റി പ്രോട്ടോകോൾ കണ്ടോ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളമാണ്. അടുത്ത, ഒരേ സമയം ആഫ്രിക്കൻ ചീറ്റയും കടുവ, പുള്ളിപ്പുലി ഏതൊക്കെയാണ്? 3 ഐറ്റംസ് ഉണ്ട് അല്ലെ? ഏതൊക്കെയാ? ചീറ്റ, കടുവ, പുള്ളിപ്പുലി എന്നിവയും കണ്ടെത്തിയതിലൂടെ വാർത്തകളിൽ ഇടം നേടിയ രാജസ്ഥാനിലെ ടൈഗർ റിസർവ് ഏതാണ്? രൺതംബോർ ടൈഗർ റിസർവ്. രൺതംബോർ ടൈഗർ റിസർവ്. എന്തിനൊക്കെയാണ് കണ്ടത്? ചീറ്റയും കണ്ടു, കടുവയും കണ്ടു, പുള്ളിപ്പുലിയും കണ്ടു. അത് ഒരേ സമയമാണ് കണ്ടത് കേട്ടോ. അടുത്ത 2026 ചരിത്രത്തിൽ ആദ്യമായി പൂർണ്ണമായും വനിതകൾക്ക് മാത്രമായി നൽകപ്പെട്ട ലോക പ്രശസ്തമായ പരിസ്ഥിതി പുരസ്കാരം ഏതാണ്? ഗോൾഡ് മാൻ പരിസ്ഥിതി പുരസ്കാരം. ഗോൾഡ് മാൻ പരിസ്ഥിതി പുരസ്കാരമാണ്. ലോകത്തെ 6 വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ നിന്ന് അടിസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന 6 വനിതകൾക്കാണ് 2026 പുരസ്കാരം ലഭിച്ചത്. നോക്കി, പരിസ്ഥിതി പ്രവർത്തകർക്കിടയിൽ ഈ പുരസ്കാരം ഗ്രീൻ നൊബേൽ എന്നാണ് അറിയപ്പെടുന്നത്. എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഗ്രീൻ നൊബേൽ എന്നാണ് ഗോൾഡ് മാൻ പരിസ്ഥിതി പുരസ്കാരത്തിന് അറിയപ്പെടുന്നത്. ഇസ്രയേൽ ഇന്റലിജൻസ് ഏജൻസിയായ മൊസാദിന്റെ പുതിയ തലവനായി നിയമിതനായത് ആരാണ്? റോമൻ ഗോഫ്മാൻ. റോമൻ ഗോഫ്മാൻ ആണ്. ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ യുവ പുരസ്കാരത്തിന് മലയാളത്തിൽ അർഹയായ എഴുത്തുകാരി ആരാണ്? ജിൻഷ ഗംഗയാണ്. ജിൻഷ ഗംഗ. 2026 ഏപ്രിൽ 69ാം പിറന്നാൾ ആഘോഷിച്ച ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ ഗോറില്ല ഏതാണ്? ഫാറ്റു. ഫാറ്റു. ഈ വർഷത്തെ മികച്ച പുരുഷ വനിതാ കായിക താരങ്ങൾക്കുള്ള ലോറസ് പുരസ്കാരങ്ങൾ നേടിയത് യഥാക്രമം ആരൊക്കെയാണ്? കാർലോസ് അൽക്കാരസും ആര്യാന സബലേങ്കയുമാണ് പുരസ്കാരം നേടിയത്. ഇന്ത്യയിലെ 99ാമത്തെ റാംസർ സൈറ്റായി അടുത്തിടെ പ്രഖ്യാപിക്കപ്പെട്ട ശേഖാജീൽ പക്ഷി സങ്കേതം ശേഖാജീൽ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസാർ സൈറ്റ് സുന്ദർബൻസ് ആണ്. സുന്ദർബൻസ് ആണ്. ഏറ്റവും വലിയ റാംസാർ സൈറ്റ് ആണ് സുന്ദർബൻസ്. എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ റാംസാർ സൈറ്റ് ഏതാണ്? രേണുക തണ്ണീർത്തടമാണ്. ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശിലാണ്. എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുള്ള രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. എത്ര റാംസാർ സൈറ്റ് ഉണ്ട്? ഇപ്പൊ ഇതും കൂടെ കണ്ടുപിടിച്ചത് കൊണ്ട് എത്രയായി? 99 റാംസാർ സൈറ്റുകളുണ്ട്. 2009 ജനുവരി 1 അതിന് ശേഷമോ ജനിച്ചവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിരോധിച്ചുകൊണ്ട്
അടുത്തിടെ സ്മോക്ക് ഫ്രീ ജനറേഷൻ, എന്താണ് സ്മോക്ക് ഫ്രീ ജനറേഷൻ നിയമം പാസാക്കിയ രാജ്യം ഏതാണ്? UK ആണ്, യുണൈറ്റഡ് കിങ്ഡം ആണ് സ്മോക്ക് ഫ്രീ ജനറേഷൻ പാസാക്കിയ രാജ്യം. 2026 ഫിഫ ലോകകപ്പിൽ അരങ്ങേറ്റം കുറിക്കുന്ന ടീമുകൾ ഏതെല്ലാം, രാജ്യങ്ങൾ ഏതെല്ലാം? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, കറണ്ട് അഫയറിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഏതൊക്കെയാണ്? ഉസ്ബെക്കിസ്ഥാൻ, ജോർദാൻ, കേപ്പ് വെർഡെ, കുറസാവോ. കണ്ടോ, ഈ 4 രാജ്യങ്ങളാണ്. ഓക്കെ ആണല്ലോ. 2026 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? R രാജശ്രീക്കാണ്. ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? R രാജശ്രീക്കാണ്. 75,000 രൂപയും പത്മരാഗക്കല്ല് പതിച്ച ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പൊ എന്തൊക്കെയാ കിട്ടുന്നത്? 75,000 രൂപ, പത്മരാഗക്കല്ല് പതിച്ച ഫലകം, പിന്നെന്തുവാ? പ്രശസ്തി പത്രം. ഇത്രയും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓക്കെ ആണല്ലോ. നാസയുടെ ക്യൂരിയോസിറ്റി റോവർ ചൊവ്വയിൽ ജൈവ തന്മാത്രകൾ കണ്ടെത്തിയത് ഏത് ഗർത്തത്തിൽ നിന്നാണ്? ഏതാണ്? ഗേൽ ഗർത്തത്തിൽ നിന്നാണ്. ഏത് ഗർത്തത്തിൽ നിന്നാണ്? ഗേൽ ഗർത്തത്തിൽ നിന്നാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ അപമാനകരമോ അസാധാരണവുമായ പേരുകൾക്ക് പകരം, കണ്ടോ, പേരുകൾക്ക് പകരം അർത്ഥവത്തായ പേരുകൾ നൽകുന്നതിനായി സാർത്ഥക് നാം അഭിയാൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. കണ്ടോ, രാജസ്ഥാനിൽ പിള്ളേർക്കൊക്കെ അർത്ഥവത്തായിട്ടുള്ള പേരുകളായിരിക്കും. അടുത്ത, ഛത്തീസ്ഗഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനായി രൂപീകരിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷയായി നിയമിക്കപ്പെട്ടത് ആരാണ്? ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി ആണ്. ആരാണ്? ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി ആണ്. തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ പുതിയ ഡയറക്ടറായി അടുത്തിടെ നിയമിതയായത് ആരാണ്? ഡോക്ടർ ബീന പിള്ള. ആരാണ്? ഡോക്ടർ ബീന പിള്ളയാണ് നിയമിതയായത്. 2026 IMF റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ നിലവിലെ സ്ഥാനം എത്രയാണ്? 6ാം സ്ഥാനമാണ്. എത്രാം സ്ഥാനമാണ്? 6ാം സ്ഥാനമാണ്. ലോകത്തിലെ ആദ്യത്തെ എയർ ടാക്സി സ്റ്റേഷൻ കണ്ടോ, വെട്ടിപ്പോട്ട് നിലവിൽ വന്നത് എവിടെയാണ്? ദുബായിലാണ്. കണ്ടോ, UAE. 2026 മാർച്ചിലെ ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം നേടിയത് ആരാണ്? സഞ്ജു സാംസൺ ആണ്. ആരാണ്? സഞ്ജു സാംസൺ. രാജ്യത്ത് മീസിൽസ് രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര വാക്സിനേഷൻ ക്യാമ്പയിന് തുടക്കമിട്ട എന്താണ് രാജ്യം ഏതാണ്? ബംഗ്ലാദേശ് ആണ്. ഏതാണ്? ബംഗ്ലാദേശ്. മറവി രോഗമായ അൽഷിമേഴ്സ് അതുപോലെ തന്നെ പ്രതിരോധിക്കുന്നതിന് നിർണായകമെന്ന് കണ്ടെത്തിയ മനുഷ്യ ശരീരത്തിൽ സ്വാഭാവികമായുള്ള ഒരു രാസ സംയുക്തം ഏതാണ്? ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ്. കണ്ടോ, ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ്. ഇത് നേരത്തെയും ഒരെണ്ണം കറണ്ട് അഫയേഴ്സ് പറഞ്ഞതാണ് ഞാൻ. ആർട്ടമിസ് 2 പേടകം ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരത്തിന്റെ പകുതിയും പിന്നിട്ടപ്പോൾ പകർത്തിയ ചിത്രമേത്? ഏതാണ്? ഭൂമിയുടെ ചിത്രമാണ് പകർത്തിയത്. ഏത് ചിത്രമാണ്? ഭൂമിയുടെ ചിത്രം. പേടകത്തിൽ നിന്ന് പകർത്തിയ ആദ്യ ചിത്രത്തിന് നാസ നൽകിയ പേരെന്ത്? എന്താണ്? ഹലോ വേൾഡ് എന്നാണ്. എന്താണ്? ഹലോ വേൾഡ്. ഉണ്ടോ, ചിത്രം പകർത്തിയത് ആരാണ്? കമാൻഡർ റീഡ് വൈസ്മാൻ. ആരാണ്? കമാൻഡർ റീഡ് വൈസ്മാൻ ആണ് ആ ചിത്രം എടുത്തിരിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ സമഗ്ര സംഭാവനകൾക്കുള്ള KPP നമ്പ്യാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ നാരായണനാണ്. കണ്ടോ, ISRO ചെയർമാനായിട്ടുള്ള ഡോക്ടർ നാരായണൻ. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ആമ ഏതാണ്? ജോനാഥൻ. ഏതാണ്? ജോനാഥനാണ് ആമ. സമുദ്രമേഖലയിലെ സഹകരണം ശക്തമാക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് ധാരണാപത്രം ഒപ്പുവെച്ച് ജർമ്മൻ ഷിപ്പിംഗ് കമ്പനി ഏതാണ്? ഹപാബ് ലോയിഡ്. ഏതാണ്? ഹപാബ് ലോയിഡ്. കേന്ദ്ര തുറമുഖ കപ്പൽ ഗതാഗത മന്ത്രി ആരാണ്? സർബാനന്ദ സോനോവാൾ. സർബാനന്ദ സോനോവാൾ ആണ്. ലോക ജലദിനത്തിനോടനുബന്ധിച്ച് റിലയൻസ് ഫൗണ്ടേഷൻ തുടക്കം കുറിച്ച ക്യാമ്പയിൻ ഏതാണ്? വാട്ടർ ഫോർ ലൈഫ് ആണ്. ഏതാണ്? വാട്ടർ ഫോർ ലൈഫ്. രാജ്യത്ത് ആദ്യമായി സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലുള്ള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബിസിനസ്
ക്ലാസ് ബസ് സർവീസ് ആരംഭിച്ചത്? കണ്ടോ, നോക്കി. അപ്പൊ രാജ്യത്ത് ആദ്യമായിട്ട് സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലുള്ള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബിസിനസ് ക്ലാസ് ബസ് സർവീസ്, ബിസിനസ് ക്ലാസ് ബസ് സർവീസ്, ബിസിനസ് ക്ലാസ് ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം ടു എറണാകുളം. കേരളത്തിലെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയാണ് ബിസിനസ് ക്ലാസ് യാത്ര ആരംഭിച്ചത്. ബസ് സർവീസ് ആണേ. ഓസ്ട്രേലിയൻ സൈന്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കരസേനാ മേധാവിയായി അടുത്തിടെ നിയമിക്കപ്പെട്ട വനിത ആരാണ്? സൂസൻ കോയൽ ആണ്. ആരാണ്? സൂസൻ കോയൽ. സൂസൻ കോയൽ. പസഫിക് സമുദ്രത്തിന്റെ ഉപരിതലം അസാധാരണമായി ചൂടാകുന്നത് മൂലം ഇന്ത്യയിലെ തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിൽ ഇടവപ്പാതി മഴ കുറയാനും അന്തരീക്ഷ താപനില വർദ്ധിക്കാനും കാരണമാകുന്ന കാലാവസ്ഥാ പ്രതിഭാസം ഏതാണ്? എൽ നിനോയാണ്. ഏതാണ്? എൽ നിനോ. 74 വർഷങ്ങൾക്ക് ശേഷം രഞ്ജി ട്രോഫിയിൽ കേരള ക്രിക്കറ്റിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന പുസ്തകം രചിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും കേരള ടീമിന്റെ മുൻ പരിശീലകനുമായ താരമേത്? ആരാണ്? അമയ് ഖുറാസിയ. ആരാണ്? അമയ് ഖുറാസിയ. കനത്ത മഞ്ഞുവീഴ്ചയും മണ്ണിടിച്ചിലിനെയും തുടർന്ന് വടക്കൻ സിക്കിമിൽ കുടുങ്ങിപ്പോയ വിനോദസഞ്ചാരികളെ രക്ഷിക്കാൻ ഇന്ത്യൻ സൈന്യം അടുത്തിടെ നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ഹിമസേതു. ഏതാണ്? ഓപ്പറേഷൻ ഹിമസേതു. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ആരാണ്? സഞ്ജയ് ഖന്നയാണ്. ആരാണ്? സഞ്ജയ് ഖന്ന. ബീഹാറിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നത് ആരാണ്? സമ്രാട് ചൗധരി. ആരാണ്? സമ്രാട് ചൗധരി. ചോദിക്കാൻ സാധ്യതയുള്ള ഐറ്റമാണ്. ബീഹാറിലെ ആദ്യ BJP മുഖ്യമന്ത്രി ആരാണ്? സമ്രാട് ചൗധരി. 2026 ഫിഡെ വനിതാ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ വൈശാലിക്ക് കിരീടം ലഭിച്ചു. ആർക്കാണ് കിരീടം ലഭിച്ചത്? വൈശാലിക്ക് കിരീടം ലഭിച്ചു അല്ലെ. ഇതോടെ ഈ വർഷാവസാനം നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പ് പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യനായ ചൈനയുടെ ജുവൻജുനെ നേരിടാൻ വൈശാലി യോഗ്യത നേടി. വൈശാലി ചെന്നൈ സ്വദേശിനിയാണ് കേട്ടോ. പ്രജ്ഞാനന്ദ ഉണ്ടല്ലോ, പ്രജ്ഞാനന്ദയുടെ സഹോദരിയാണ് ആര്? വൈശാലി. ഇന്ത്യയുടെ 84ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആണ് ആര്? വൈശാലി. ഇന്ത്യയിലെ 3ാമത്തെ വനിതാ ഗ്രാൻഡ് മാസ്റ്റർ കൂടിയാണ് ആര്? വൈശാലി. വയോജനങ്ങൾക്ക് ആരോഗ്യം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് കേരളത്തിൽ നടപ്പാക്കുന്ന ന്യൂമോകാക്കൽ. കണ്ടോ, നോക്കി. വയോജനങ്ങൾക്ക് ആരോഗ്യം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് കേരളത്തിൽ നടപ്പാക്കുന്ന ന്യൂമോകോക്കൽ വാക്സിനേഷൻ പരിപാടിയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ഏത് അന്താരാഷ്ട്ര സംഘടനയുമാണ് ധാരണയിലെത്തിയിരിക്കുന്നത്? ഏതാണ്? WHO ആയിട്ട് അല്ലെ, ലോകാരോഗ്യ സംഘടനയുമായിട്ടാണ് ധാരണയിലെത്തിയിരിക്കുന്നത്. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഓൺലൈൻ ഇടപാടുകൾ നടത്തുന്നതിനും സൈബർ സുരക്ഷ അവബോധം നൽകുന്നതിനുമായി കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയം റിലയൻസ് ഫൗണ്ടേഷനുമായി ചേർന്ന് ആരംഭിച്ച പുതിയ പദ്ധതിയുടെ പേരെന്ത്? എന്താണ്? ഇ സേഫ് ഹെയർ. എന്താണ്? ഇ സേഫ് ഹെയർ എന്നാണ്. ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ എലിവേറ്റഡ് വൈൽഡ് ലൈഫ് കൊറിഡോർ ഉൾപ്പെടുന്നതും അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തതുമായ സാമ്പത്തിക ഇടനാഴി ഏതാണ്? ഡൽഹി ഡെറാഡൂൺ സാമ്പത്തിക ഇടനാഴി. കണ്ടോ, ഡൽഹി ഡെറാഡൂൺ എക്കണോമിക് കൊറിഡോർ ആണ്. ലോകത്തിലെ ആദ്യത്തെ സ്ഥിരമായ ആണവ മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തന സജ്ജമാക്കുന്ന രാജ്യം ഏതാണ്? ഫിൻലാൻഡ് ആണ്. ഏതാണ്? ഫിൻലാൻഡിലെ ഓൽക്ലുവോട്ടോ ദ്വീപിലാണ് ഈ കൂറ്റൻ ഭൂഗർഭ അറ നിർമ്മിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയുടെ പേര് ഓൻകാലോ എന്നാണ്. എന്താണ്? ഓൻകാലോ. ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത ലിഥിയം അയൺ ബാറ്ററി. ശ്രദ്ധിക്കുക, ലിഥിയം അയൺ ബാറ്ററി. കണ്ടോ, അപൂർവ ഭൂമി കാന്തം റീസൈക്ലിംഗ് കേന്ദ്രം അടുത്തിടെ പ്രവർത്തനം ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശിലാണ്. ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശിലാണ്. ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹമാണ് ലിഥിയം. കണ്ടോ, അപ്പൊ ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏതാണ്? ലിഥിയമാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏതാണ്? ലിഥിയമാണ്. ഇന്ത്യയിൽ ആദ്യമായി വൻതോതിൽ ലിഥിയം ശേഖരം കണ്ടെത്തിയത് എവിടെയാണ്? ജമ്മു കാശ്മീരിലെ
റിയാസി ജില്ലയിലാണ്. കണ്ടോ, ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വൻതോതിൽ ലിഥിയ ശേഖരം കണ്ടെത്തിയത്. ചൈനീസ് ശാസ്ത്രജ്ഞർ അടുത്തിടെ കണ്ടെത്തിയതും നൂതന LED സാങ്കേതിക വിദ്യയിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് കരുതുന്നതുമായ പുതിയ ചാന്ദ്രധാതുവിന്റെ കണ്ടോ പേരെന്ത്? എന്താണ്? സെറിയം മഗ്നീഷ്യം ചേഞ്ച് സൈറ്റ്. കണ്ടോ, എന്താണ്? സെറിയം മഗ്നീഷ്യം ചേഞ്ച് സൈറ്റ് എന്നാണ്. അമേരിക്കയിലെ US ആർമി വാർ കോളേജിന്റെ ഇന്റർനാഷണൽ ഹാൾ ഓഫ് ഫെയിം കണ്ടോ, ഇന്റർനാഷണൽ ഹാൾ ഓഫ് ഫെയിം പദവി അടുത്തിടെ സ്വന്തമാക്കിയ ഇന്ത്യൻ കരസേനാ മേധാവി ആരാണ്? ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ആരാണ്? ഉപേന്ദ്ര ദ്വിവേദിയാണ്. ഈ നേട്ടം കൈവരിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ കരസേനാ മേധാവിയാണ് അദ്ദേഹം. ഇതിനു മുമ്പ് ജനറൽ VK സിംഗ്, അതുപോലെ തന്നെ ജനറൽ വിക്രം സിംഗ് എന്നിവർക്കാണ് ഈ പദവി ലഭിച്ചിട്ടുള്ളത്. ആർക്കൊക്കെയാണ്? ജനറൽ VK സിംഗിനും ജനറൽ വിക്രം സിംഗിനും. 2026 ഐക്യരാഷ്ട്രസഭയുടെ 4ാമത് ജെൻഡർ ഇക്വാളിറ്റി മൊബിലൈസേഷൻ അവാർഡ് സ്വന്തമാക്കിയ മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? ഗുണ്ടൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ്. ഏതാണ്? ഗുണ്ടൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ. നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പുതിയ ഇടക്കാല CEO ആയി നിയമിതനായത് ആരാണ്? നീതു സാമ്ര. ആരാണ്? നീതു സാമ്രയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ വീരമൃത്യു വരിച്ച 33,000 ഇന്ത്യൻ സൈനികരുടെ പേര്, 33,000 ഇന്ത്യൻ സൈനികരുടെ പേരുകൾ അടുത്തിടെ ഡിജിറ്റലായി ഉൾപ്പെടുത്തിയ ബസ്ര മെമ്മോറിയൽ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് രാജ്യത്താണ്? ഇറാഖിലാണ്. ഏത് രാജ്യത്താണ്? ഇറാഖിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും സാംസ്കാരിക വൈവിധ്യങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് നീതി ആയോഗ് അടുത്തിടെ പുറത്തിറക്കിയ ആന്തോളജിയുടെ പേരെന്ത്? എന്താണ്? ദിവ്യ ഭാരത്, എ വിൻഡോ ടു ദി സോൾ ഓഫ് ഇന്ത്യ. എ വിൻഡോ ടു ദി സോൾ ഓഫ് ഇന്ത്യ. നവജാത ശിശുക്കൾക്കും ചെറിയ കുട്ടികൾക്കുമായി 2 മുതൽ 5 കിലോഗ്രാം വരെ ഭാരമുള്ളവർ കണ്ടോ, ലോകാരോഗ്യ സംഘടന അടുത്തിടെ ആദ്യമായി അംഗീകാരം നൽകിയ മലേറിയ മരുന്നിന്റെ പേരെന്ത്? നോക്കി, നവജാത ശിശുക്കൾക്കും ചെറിയ കുട്ടികൾക്കും 2 മുതൽ 5 കിലോഗ്രാം വരെ ഭാരമുള്ളവർ, 5 കിലോഗ്രാം വരെ ഭാരമുള്ളവർ അല്ലെ. ലോകാരോഗ്യ സംഘടന അടുത്തിടെ ആദ്യമായി അംഗീകാരം നൽകിയ മലേറിയ മരുന്നിന്റെ പേര് എന്താണ്? ആർട്ടേമെദർ. കണ്ടോ, ആർട്ടേമെദർ ലുമെഫാൻഡ്രിൻ. കണ്ടോ, ആർട്ടേമെദർ ലുമെഫാൻഡ്രിൻ. ഓക്കെ ആണല്ലോ. രോഗം പരത്തുന്നത് അണുബാധയുള്ള പെൺ അനോഫിലിസ് കൊതുകുകളാണ്. കണ്ടോ, ഈ മലേറിയ രോഗം അല്ലെ, മലേറിയ രോഗം പരത്തുന്നത് ആരാണ്? അണുബാധയുള്ള പെൺ അനോഫിലിസ് കൊതുകുകളാണ്. ലോക മലേറിയ ദിനം എന്നാണ്? ഏപ്രിൽ 25 എന്നാണ്? ഏപ്രിൽ 25. 2026 മലേറിയ ദിനത്തിന്റെ തീം എന്തായിരുന്നു? ഡ്രിവൺ ടു എൻഡ് മലേറിയ, നൗ വി ക്യാൻ, നൗ വി മസ്റ്റ്. കണ്ടോ, ഡ്രിവൺ ടു എൻഡ് മലേറിയ, നൗ വി ക്യാൻ, നൗ വി മസ്റ്റ്. നീതി ആയോഗിന്റെ പുതിയ വൈസ് ചെയർമാനായി നിയമിതനായത് ആരാണ്? അശോക് കുമാർ ലാഹിരിയാണ്. ആരാണ്? അശോക് കുമാർ ലാഹിരിയാണ്. വേൾഡ് ബാഡ്മിന്റൺ ഫെഡറേഷൻ പുതിയ തീരുമാനപ്രകാരം 2027 ജനുവരി 4 മുതൽ ബാഡ്മിന്റൺ മത്സരങ്ങളിൽ നിലവിൽ വരുന്ന പുതിയ സ്കോറിംഗ് രീതി ഏതാണ്? 3x15 പോയിന്റുകൾ. കണ്ടോ, എന്നുവെച്ചാൽ 15 പോയിന്റ് വീതമുള്ള 3 സെറ്റ് ആയിരിക്കും വരുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ അതിവേഗ ഇലക്ട്രിക് ബുള്ളറ്റ് ട്രെയിനായ B-28 കോച്ചുകൾ നിർമ്മിക്കുന്നതിനായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്, കേന്ദ്രമന്ത്രി ആരാണ്? അശ്വനി വൈഷ്ണവ് ബംഗളൂരുവിൽ ഉദ്ഘാടനം ചെയ്ത പുതിയ നിർമ്മാണ കേന്ദ്രത്തിന്റെ പേരെന്ത്? ആദിത്യ. ആദിത്യ. ആധുനിക ഇന്ത്യൻ ഫോട്ടോഗ്രാഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന 1984 ഭോപ്പാൽ വാതക ദുരന്തത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ ലോകത്തിന് മുന്നിൽ എത്തിക്കുകയും ചെയ്ത അടുത്തിടെ അന്തരിച്ച പ്രമുഖ ഫോട്ടോ ജേർണലിസ്റ്റ് ആരാണ്? രഘുറായ് ചൗധരിയാണ്. ആരാണ്?
രഘുറായ് ചൗധരി. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലൈസേഷൻ നിരക്കുള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഏതാണ്? കേരളമാണ്. 2026 ഏപ്രിൽ അന്തരിച്ച വർക്കല നാരായണ ഗുരുകുല അധ്യക്ഷനും ശ്രീനാരായണ ഗുരു പരമ്പരയിലെ പ്രമുഖ സന്യാസിയുമായ വ്യക്തി ഏതാണ്? മുനി നാരായണ പ്രസാദ്. മുനി നാരായണ പ്രസാദ് ഉണ്ടോ? 2024 ഭാരത സർക്കാർ പത്മശ്രീ നൽകി ആദരിച്ചു. 2024 ഓക്കെ ആണല്ലോ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2 തവണ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. എത്ര തവണയാണ്? 2 തവണ. ഓക്കെ ആണല്ലോ. 2015 മികച്ച വിവർത്തനത്തിനും അതുപോലെ തന്നെ 2018 മികച്ച ആത്മകഥയ്ക്കും. വിവർത്തനം ഏതായിരുന്നു? സൗന്ദര്യ ലഹരി. ആത്മകഥയോ ഏതായിരുന്നു? ആത്മായനം. കണ്ടോ? ഇതിന് 2-നുമാണ് പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ഉപേക്ഷിക്കപ്പെട്ട എണ്ണ പ്രകൃതിവാതക കിണറുകളിൽ നിന്നുള്ള ഭൗമതാപോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് എവിടെയാണ് ആരംഭിച്ചത്? എവിടെയാണ്? അങ്കലേശ്വർ, ഗുജറാത്ത്. എവിടെയാണ്? അങ്കലേശ്വർ, ഗുജറാത്ത്. അപ്പോൾ ഈ മാസത്തെ ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മെയ് മാസത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതിന് വരെ ബൈ.